ഞാൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത് ഈ ഫുൾ പണികൾ കഴിഞ്ഞ് താക്കോല് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ബിജുവായിട്ട് എഗ്രിമെൻ്റ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ 6 മാസം കൊണ്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഐറ്റം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? വെറും 2 സെന്റ് സ്ഥലത്ത് ഇതുപോലെ മനോഹരമായ ഒരു വീട് വെക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഇറ്റ്സ് മീ മുസിന ഷാഫി. ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് അങ്കമാലിയിലാണ് കേട്ടോ. ഫോമാ സ്പേസ് ഡെവലപ്പേഴ്സ് ബിജു ദേവസ്യൻ ഫാമിലിക്ക് വേണ്ടി പണി കഴിപ്പിച്ച അടിപൊളി വീടിന്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. വീടിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ആദ്യം ഞാൻ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാട്ടോ. നമ്മുടെ അങ്കമാലി സെന്റ് ജോർജ് ബസലിക്ക ചർച്ചിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അങ്കമാലി ഡയറീസ് മൂവിയില്ലേ, അതിന്റെ ഫൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു റോഡാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ പ്രത്യേകത നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം, വെറും 2 സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. അതും സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചണ്, 3 ബെഡ്റൂം അടക്കം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ഇരുനിലയായിട്ടാണ് കേട്ടോ വരുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന്റെ സൈഡിലേക്കൊന്നും വല്ലാണ്ട് മുറ്റൊന്നും വരുന്നില്ല. പക്ഷെ ഫ്രണ്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ബൈക്കും ഒരു കാറൊക്കെ പാർക്ക് ചെയ്യാവുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. വളരെ ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രേ ഷെയ്ഡിൽ പെയിന്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ വീടിന്റെ ഷോ വോൾസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ ഭംഗിയായിട്ട് ഒരു ഷോ വോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഈ ഒരു ഡിസൈൻ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ ക്ലാരി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു ഫ്രണ്ടിലെ വ്യൂ തന്നെ വന്നിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒത്തിരി ഭംഗിയായിട്ടാണ് ഇവിടെ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു റെയിലിംഗും അതേപോലെ തന്നെ ഇവിടുത്തെ പഴയ വീടിന്റെ ഓട് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഡിസൈനും മുകളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുകളിൽ നോക്കാവേ. 231-196 സൈസിലാണ് ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബോക്സ് ടൈപ്പിൽ വന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ഒക്കെ വരുന്നത്. ഇവിടെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതുപോലെ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. സ്റ്റെപ്പിലായിട്ടും സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ബോർഡറിലായിട്ടും ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു സിറ്റ് ഔട്ടിന്റെ ബോർഡറിലെ അത്യാവശ്യം വീതിയിലാണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ അത് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു ബോർഡ് കുറച്ച് ഉള്ളിലോട്ടായിട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു സ്റ്റെപ്പും അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പ്ലാന്റ് ഒക്കെ വന്നിട്ട് അതാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു ലുക്കിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ നമ്മുടെ വിൻഡോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടാറ്റന്റെ മെറ്റൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വൈറ്റ് കളറിൽ പെയിന്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ഷാർക്കിന്റെ മെറ്റൽ ഡോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. 4 വരുന്ന രീതിക്കാണ് കേട്ടോ. നല്ലൊരു സ്റ്റാൻഡേർഡ് ഡിസൈനും ഒപ്പം വലിയൊരു സ്റ്റീലിന്റെ ഹാൻഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കില്ലേ. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ഫോമാ സ്പേസ് ഡെവലപ്പേഴ്സിന്റെ MD ആയിട്ടുള്ള രാജേഷ് സാറും അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഓണർ ആയിട്ടുള്ള ബിജു ചേട്ടനും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരോടൊന്ന് സംസാരിക്കാട്ടോ. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം തന്നെ രാജേഷ് സാറിനോടാണ്. നമ്മുടെ ക്ലയന്റ് ആയിട്ടുള്ള ബിജു ചേട്ടൻ സാറിന്റെ അടുത്ത് വന്നത് തൊട്ടിട്ട് നമ്മുടെ ഈ ഒരു ഡിസൈനിങ് ജേർണിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? പറയാം. ബിജു എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ കുറേ വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ബിജുവിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ഒരു പഴയ വീടായിരുന്നു. അവർക്ക് ഒരു 19 വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ ഒരു പുതിയ വീട് പണിയണം എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. അപ്പോൾ ആളുടെ കയ്യിലുള്ളത് 2 സെന്റ് സ്ഥലമാണ്. അപ്പോൾ ആളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സിറ്റ് ഔട്ട്, ഒരു ലിവിങ്, ഡൈനിങ്, 3 ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, പിന്നെ ഒരു അപ്പർ ലിവിങ്, ബാൽക്കണി എന്ന് പറയുമ്പോൾ ഇവിടെ ബസലിക്ക പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആ ബാൽക്കണിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബസലിക്ക പള്ളി കാണണം എന്നുള്ളത് അതിയായ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഫോർമൽ ലിവിങ്ങിന് ഡബിൾ ഹൈറ്റ് വേണമെന്ന് എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് കയറി ചെന്ന് മുകളിൽ അപ്പർ ലിവിങ്, ബാൽക്കണി, ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള റിക്വയർമെൻറ്റ്. അപ്പോൾ അത് പ്രകാരം നോക്കുമ്പോൾ 2 സെന്റ് സ്ഥലത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. എന്നാലും നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അത് വളരെ മനോഹരമായി തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത് ഈ ഫുൾ പണികൾ കഴിഞ്ഞ് താക്കോല് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ബിജുവായിട്ട് എഗ്രിമെൻ്റ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ 6 മാസം കൊണ്ട് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കോളം ഫുട്ടിംഗ് ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പേസ് കുറവായതുകൊണ്ട് ഇതിൻ്റെ വാൾ തിക്നെസ് എല്ലാം 6 ഇഞ്ചിനാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ MS സ്റ്റെയർ കേസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മരമാണ് കൊടുത്തിട്ടുള്ള. മരത്തിന് കരിന്തേവര എന്നുള്ള മരമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് കയറി നേരെ മുകളിൽ ചെല്ലുന്ന അപ്പർ ലിവിംഗ് ആണ്. അപ്പർ ലിവിങ്ങിൽ നിന്ന് പുറത്ത് ഒരു ലോങ് ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്ന്
ബസിലിക്ക പള്ളി കാണണം എന്നുള്ള ആഗ്രഹം ഞാൻ വളരെ ഭംഗിയായി തന്നെ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബിജു ചേട്ടനിലേക്ക് വരാം. അപ്പൊ 6 മാസം കൊണ്ടാണ് നിങ്ങളുടെ ഈ ഒരു സ്വപ്ന ഭവനം ഇവിടെ പൂർത്തിയാക്കി തന്നത്. അപ്പൊ നമ്മുടെ ഫോമ സ്പേസിനെ കുറിച്ചിട്ടും ഈ ഒരു വർക്കിനെ കുറിച്ചിട്ട് സാറിന് എന്താണ് പറയാനുള്ളത്? ഡാഷന്റെ സുഹൃത്താണ് ഞാൻ. ഇത് ആദ്യമേ തന്നെ ഇത് വീട് പണിയുന്ന ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ അത് ബസിലിക്കയുടെ അടുത്ത് തന്നെ വേണമെന്നുള്ളൊരു സ്വപ്നമായിരുന്നു. അപ്പൊ അങ്ങനെ അത് 6 മാസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും എല്ലാ പണിയും തീർത്ത് ഒരു 3 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡാണ്. അതുപോലെ ഡബിൾ ഹൈറ്റ്, അതുപോലെ സ്റ്റെയർ, ഇതൊക്കെ ഭംഗിയായിട്ട് തന്നെ നമുക്കത് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്കിതിനെ കുറിച്ച് വീടിന്റെ കുറിച്ച് വലിയ അറിവുകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം കണ്ടിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ചെയ്ത് എല്ലാ പണികളും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സംശയമൊക്കെ തീർത്ത് കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഈ വീടിന്റെ എല്ലാ പ്രവർത്തനവും നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ഫോർമൽ ഫേസിന് അതിനകത്ത് നല്ലൊരു പങ്കുണ്ട്. അതിനകത്ത് നിങ്ങൾ മനസ്സിൽ കണ്ട ആ ഒരു ബഡ്ജറ്റിൽ തന്നെയാണോ ഈ ഒരു വീട്? തീർച്ചയായിട്ടും ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ നമുക്കത് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ബസിലിക്ക പള്ളി കാണണം എന്നുള്ള ഒരു ആഗ്രഹം. അത് പൂർണ്ണമായിട്ടും വളരെ ഭംഗിയായിട്ട് എൻ്റെ വീടിന്റെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ബസിലിക്ക പള്ളി കാണാവുന്ന രീതിയിൽ തന്നെ ഫോർമ സ്പേസ് അത് സാധ്യമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഫൈനലി ഞാൻ ഇനി രാജേഷ് സാറിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ വീട് പണി നടക്കുന്ന അല്ലെങ്കിൽ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹോം ടൂർ വീഡിയോസ് കാണുക. അപ്പോൾ അവരോട് നമ്മുടെ ഫോമ സ്പേസിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഫോർമ സ്പേസിൽ നമ്മൾ റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ, ഹോസ്പിറ്റാലിറ്റി, അതുപോലെ ഇന്റീരിയർ, ലാൻഡ്സ്കേപ്പ്, ഇത്തരത്തിലുള്ള എല്ലാവിധ ഡിസൈൻസുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പരിചയസമ്പന്നരായിട്ടുള്ള ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ് എല്ലാം അടങ്ങുന്ന ഒരു ടീമാണ് നമ്മുടെ. അതുപോലെ സൈറ്റിൽ സൂപ്പർവിഷൻ കാര്യങ്ങൾക്ക് വരുന്നത് വളരെ പരിചയസമ്പന്നരായിട്ടുള്ള സൂപ്പർവൈസേഴ്സാണ്. ഞാൻ 25 വർഷത്തിൽ കൂടുതലായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഫോർമ സ്പേസ് ഡെവലപ്പേഴ്സിൻ്റെ ഇരിങ്ങാലക്കുടയിലും കൊച്ചിയിലുമാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ്. ബാക്കിയുള്ള ജില്ലകളിലോട്ട് നമ്മൾ അധികം താമസിയാതെ തന്നെ കൊണ്ടുപോകാനുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡിസൈനിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമ്മളില്ലേ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിൽ കാണിട്ടോ. 244-483 സൈസിലാണ് ഈ ഒരു ലിവിംഗ് ഏരിയ വരുന്നത്. കയറി വരുമ്പോഴേ ഈ ഒരു സ്പേസിൽ ഒതുങ്ങിയ തരത്തിൽ നല്ലൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് തന്നെ ഇവിടെ ആയിട്ട് ഒരു ടീപ്പോയും വരുന്നുണ്ട്. നമ്മുടെ സോഫയിൽ ഇരുന്നിട്ട് നമുക്ക് TV ഒക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ നേരെ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് കേട്ടോ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. താഴെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ബേസിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത്. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് വോള് നമ്മുടെ ടിവിയും വരുന്നുണ്ട്. ഇവിടെ വോളിലൊക്കെ ആയിട്ട് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോയിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. നമ്മുടെ ഈ ഒരു ലിവിംഗിന്റെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വരുന്നത്. അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പറഗോള ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് നല്ല സ്കൈ ലൈറ്റിനുള്ള ആ ഒരു സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ മെയിൻ ആയിട്ട് നല്ല നാച്ചുറൽ ലൈറ്റ് ഇടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ വിൻഡോയോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ടും ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു സ്റ്റെയറിന്റെ സെറ്റിംഗ്സ്. ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെ നമ്മുടെ സ്റ്റെയർ ആണ്. ഇവിടെ നമുക്ക് പരിമിതമായിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിൽ നല്ല അടിപൊളി സ്റ്റെയർ ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിന് താഴെയാണെങ്കിലോ ഒട്ടും സ്പേസ് കളയാതെ എന്നാൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് നല്ലൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോക്കേസിംഗ് ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാൻ ഫ്രെയിംസും പ്ലാന്റ്സും അതേപോലെ തന്നെ ബുക്കൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്പേസിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഹാൻഡ് റെയിൽ വന്നിട്ട് GI-ലാണ് കേട്ടോ. ഇനി നമ്മൾ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വീതിയിൽ വരുന്ന വുഡിന്റെ സ്റ്റെപ്പാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കരിന്തേവര വുഡാണ് കേട്ടോ ഇതിനു വേണ്ടി ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വീടിന്റെ ഫ്ലോറിൽ മുഴുവനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വെർട്ടിഫൈഡ് ടൈൽസ് ആണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കാം. അതിന് മുന്നായിട്ടില്ലേ നമ്മുടെ ലിവിംഗിൽ നിന്ന് ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പോൾ പാർട്ടീഷൻ വരുന്നുണ്ട് കേട്ടോ. അവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു പാനലും ഒരു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. 226-508 സൈസിലാണ് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒക്കെ എടുത്തു പറയേണ്ട കാര്യം 2 ഏക്കർ സെന്റ് സ്ഥലത്താണ് വരുന്നത് എന്നുണ്ടെങ്കിലും നമ്മുടെ ലിവിംഗിനായാലും ഡൈനിങ്ങിനായാലും ബെഡ്റൂമിനൊക്കെ ആയാലും അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടുക്കായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ ഒക്കെ അറേഞ്ച്മെന്റ്സ്. നല്ല വുഡിന്റെ
വുഡിന്റെ അടിപൊളി ചെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ടേബിൾ ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിന്റെ ഏരിയനെ നല്ല അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സീലിംഗിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിയിൽ വരുന്ന ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അവിടെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾഡബിൾ അയൺ ടേബിൾ ആണ്. നമ്മുടെ യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താത്തി വെച്ചാൽ നമുക്ക് അവിടെ സ്പേസ് ലാഭിക്കാനും പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഫാബ്രിക്കേഷൻ വർക്കാണ്, ലൂവർ ഡിസൈനും കാര്യമൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സമാധാനം അതുപോലെ ഒരു സന്തോഷമൊക്കെ തോന്നുന്ന തരത്തിൽ ഒത്തിരി പീസ്ഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിൻഡോന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തതായിട്ട് കാണാട്ടോ. നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ടൈല് വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ബാക്ക് വോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ലൈറ്റിംഗ് മിറർ വരുന്നുണ്ട്. താഴോട്ട് വരികയാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ കാണാം. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു വുഡൻ ബോർഡർ ഇതിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ നമ്മൾ കണ്ടില്ലേ. ഇനി നമുക്ക് ബെഡ്റൂമും കിച്ചണൊക്കെ നോക്കാട്ടോ. ഇവിടെ ഇല്ലേ താഴെ ഒരു ബെഡ്റൂമും മുകളിലായിട്ട് 2 ബെഡ്റൂമും അങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബെഡ്റൂം വരുന്നുണ്ട്, അതൊന്ന് കാണാം. ശേഷം നമ്മുടെ കിച്ചണും ഈ ഒരു ഭാഗത്താണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകളിലേക്ക് പോവാട്ടോ. 244x320 സൈസിലാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് 142x135 സൈസിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് വരുന്ന ഒരു കുഞ്ഞു ബാത്റൂം ആണ് കേട്ടോ ഇത്. ശേഷം നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നടുക്കായിട്ട് തന്നെ നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. വിൻഡോസ് ഒക്കെ സീബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ വാർഡ്രോബിന്റെ സ്പേസ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വാർഡ്രോബ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മിറർ ഒക്കെ വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് കോസ്മെറ്റിക്സ് ഒക്കെ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ ആയിട്ടും ഒരു സ്പേസും താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഇവിടെ ഈ ഭാഗത്ത് വോളിലായിട്ടും ഇതുപോലെ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ കണ്ടില്ലേ. ഇവിടെ ആയിട്ട് ഫോൾഡബിൾ ടേബിളും വരുന്നുണ്ട്. ഇനി നമ്മുടെ കിച്ചണാണ് കേട്ടോ നോക്കുന്നത്. സ്റ്റോറേജിനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് വളരെ നീറ്റ് ആയിട്ട് ഒത്തിരി ഭംഗിയായിട്ട് ചെയ്ത ഒരു കുഞ്ഞു കിച്ചൺ ആണ് കേട്ടോ ഇത്. 226x286 സൈസിലാണ് വരുന്നത്. ഇവിടെ എൽ ഷേപ്പിലായിട്ട് തന്നെ റാക്ക് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് നല്ല ഭംഗിയിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ കബോർഡ് ഒക്കെ ചെയ്തിട്ടുള്ളത്. താഴെ മാത്രമല്ലടോ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും സ്റ്റോറേജിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നല്ല നീറ്റ് ആയിട്ടാണ് കബോർഡ് വർക്കൊക്കെ വരുന്നത്. നമ്മുടെ കിച്ചണിലേക്ക് നല്ല പ്രകാശമൊക്കെ കിട്ടുന്ന തരത്തിൽ തന്നെ വെന്റിലേഷൻ ഒക്കെ ആയിട്ട് വലിയൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ സെറ്റിംഗ്സ് വരുന്നത്. സിങ്ക് വരുന്ന ഭാഗത്തായിട്ട് തന്നെ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ നമുക്ക് ഇനി മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ. ഈ സ്റ്റെയർ ഇതുപോലെ കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഹോളിന്റെ ആ ഒരു ഭംഗിയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് വോളായിട്ട് തന്നെ വോൾ ഫ്രെയിംസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ മിനിമൽ ആയിട്ട് എന്നാൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ഇന്റീരിയർ ഒക്കെ വരുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ലിവിംഗിന്റെ ഭാഗം ഡബിൾ ഹൈറ്റിലല്ലേ വരുന്നത്. അവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. 244x490 സൈസിൽ ഇവിടെ മുകളിലായിട്ട് ഒരു ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് ഇരിക്കാവുന്ന തരത്തിലുള്ള സെറ്റപ്പും കാര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. മുകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു 2 ഭാഗത്തായിട്ടാണ് നമ്മുടെ 2 ബെഡ്റൂംസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാവേ. അപ്പൊ ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. 244x320 സൈസിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ കാണാം. നമ്മൾ കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. 142x135 സൈസിലാണ് ഈ ഒരു ബാത്റൂം വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് തന്നെ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്. വാഷ് ഏരിയന്റെ യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട്. ശേഷം നമ്മളെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ കണ്ടില്ലേ ആ ഒരു സെയിം രീതിക്ക് തന്നെയാണ് കേട്ടോ കോട്ടും 2 ഭാഗത്തായിട്ട് സൈഡ് ടേബിൾസ് കൊടുത്തതും കർട്ടൺ ഒക്കെ സെയിം തന്നെയാണ്. കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. ആ ഒരു കളർ തീം തന്നെയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 226x320 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. 123x135 സൈസിലാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇവിടെ നടുക്കായിട്ട് നമ്മുടെ കോട്ട് വരുന്നുണ്ട്. സെയിം ഡിസൈനിൽ തന്നെയാണ് ടേബിളും കാര്യമൊക്കെ വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ അവിടെ ഒക്കെ കണ്ട പോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ ഒരു മെയിൻ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവിടുന്ന് അതേ പുറത്തേക്ക് ജസ്റ്റ് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ടെറസിലേക്ക് പോകാനായിട്ടും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞു ബാൽക്കണി പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും നോക്കാട്ടോ. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്പേസ് ആണ് കേട്ടോ. എങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇവിടെ വന്നിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അപ്പൊ അവസാനമായിട്ട് നമുക്ക് നമ്മുടെ ബാൽക്കണി നോക്കിയാലോ.
ഇവിടത്തെ വീതി കുറച്ച് നീളത്തിൽ ഒരു ലോങ് ബാൽക്കണിയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. 511 110 സൈസിലാണ് കേട്ടോ വരുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വോളനാണ്. ഈ ഐറ്റം എന്താന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇത് ഇവിടെ ഉണ്ടായിരുന്ന 50 കൊല്ലം പഴക്കമുള്ള വീടിന്റെ റൂഫ് ടൈലാണ്, അതായത് മുകളിലിട്ടുള്ള ഓട്. ആ ഓട് ഈ പുതിയ വീട്ടില് പഴയ വീടിന്റെ ഓർമ്മയ്ക്കായിട്ട് വച്ചിട്ടുള്ളതാണ്. ഇവിടെ എൻഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഗ്ലാസ് റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോപ്പിലായിട്ട് നോക്കിയാൽ സ്റ്റീലാണ് വരുന്നത്. 10 mm ടഫൻ ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഇതുപോലെ ഒരു ഊഞ്ഞാല് കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇപ്പൊ കുറഞ്ഞ സെന്റ് സ്ഥലമേ ഉള്ളൂ, അല്ലെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ വീട് വേണമെന്ന്, അപ്പൊ അത് സാധിക്കൂ എന്നുള്ളൊരു ആശങ്കയിൽ ഇരിക്കുന്നവരാണെങ്കിൽ സാധിക്കും എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഫോമർ സ്പേസ് ഡെവലപ്പേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കായിട്ട് നമ്പറും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീട് ടോട്ടൽ ബഡ്ജറ്റ് വന്നത് ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ്. കൂടാതെ ഇന്റീരിയർ, ഫർണിച്ചർ അങ്ങനെയൊക്കെ അടക്കം ടോട്ടൽ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 30 ലക്ഷം രൂപയാണ് കേട്ടാ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ഹൗസ് ഓണർ ആയിട്ടുള്ള ബിജു ചേട്ടനും ഫാമിലി. അപ്പൊ ഈ വീടും നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.